ഓക്കെ, നമ്മളിന്ന് ഹൂക്സ് ലോ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്നലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് കാര്യം നമ്മൾ കണ്ടിരുന്നു. സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സിഗ്മ എപ്സിലോൺ കർവ് അല്ലേ. അതിൻ്റെ ബിഹേവിയർ ഏകദേശം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാർട്ടും ദെൻ അവിടെ നിന്ന് ഒരു ബെൻഡിങ് വന്നു, ദെൻ ഇസ് ഗോ ലൈക്ക് ദാറ്റ്. ഇങ്ങനെയായിരുന്നു നമ്മളിന്നലെ പഠിച്ചത്. ഇത് അൾട്ടിമേറ്റ് പോയിൻറ്റ്, ഇത് ബ്രേക്കിംഗ് പോയിൻറ്റ്, ഇത് ഈൽഡ് പോയിൻറ്റ് വരും, ഇലാസ്റ്റിക് ലിമിറ്റ് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും, പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരും. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകം സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അപ് ടു ദാറ്റ് പോയിന്റ് പി സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ ഇതാണ് ഹൂക്സ് ലോവിൻ്റെ ബേസിസ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് ഇവിടെ പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഉള്ള കാര്യം ഇവിടെ പറയുന്നത്. അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അതായത് നമ്മൾ ഒബ്ജക്റ്റിനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ നോക്കുകയാണെങ്കിൽ ലീനിയർലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ ലിമിറ്റ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പോൾ ലോഡ് ചെയ്തത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദിസ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം യങ്സ് മോഡുലസ് ഇൻറ്റു എ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എപ്സിലോൺ. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം സിഗ്മ ഈസ് ഈക്വൽ ടു ഇലാസ്റ്റിക് മോഡുലസ് ഇൻറ്റു എപ്സിലോൺ. അപ്പോൾ ലീനിയർ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. ഇനി ഷിയർ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെയിൻ്റെയും എടുക്കുകയാണെങ്കിൽ വേറെ ക്വാണ്ടിറ്റി വരും. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു GOC ഇൻറ്റു ഐ. അപ്പോൾ നമ്മൾ പല ടെക്സ്റ്റിലും പല രീതിയിലായി റെപ്രസെൻ്റ് ചെയ്യുക. നമുക്കിവിടെ സി ഉപയോഗിക്കാം. ടോ ഈസ് ഈക്വൽ ടു C ഇൻറ്റു 4. ക്ലിയർ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ കണ്ടോ, സ്ട്രെസ് ഷിയർ സ്ട്രെസ് ആണ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ് ടു ഇലാസ്റ്റിക്. ക്ലിയർ. അപ്പോൾ സിയെ നമ്മൾ വിളിക്കുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നാണ്. ഇവിടെ ലീനിയർ കേസിൽ വരുമ്പോൾ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ ടെൻസൈൽ ലോഡ് കൊടുത്ത് എലോങ്ങേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ടെൻസൈൽ സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് മോഡുലസ് ഉപയോഗിക്കും. ഇവിടെ ഒരു ഓബ്ജക്റ്റിന് ഷിയർ സ്ട്രെസ് കൊടുക്കുക. ഷിയർ ചെയ്യുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു ലോഡിങ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഈ കേസിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിന് പ്രൊപ്പോർഷനാണ്, നമ്മുടെ ഷിയർ സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് മോഡുലസ് നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഹൂക്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവും കൂടെ സൈഡിൽ വരച്ച 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ സൈഡിൽ വരച്ചാൽ കൊള്ളാം. അപ് ടു ദിസ് പോയിന്റ് ഈ പോയിന്റ് വരെയുള്ള കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹൂക്സ് ലോ ഈസ് വാലിഡ് ഓൺലി ഇൻ ദിസ് റീജിയൻ. only valid in this region. ഓക്കെ. അപ്പോൾ ഹൂക്സ് ലോ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ if an elastic member subjected to loading within elastic limit. Okay.